എഴുത്തച്ഛൻ ലോ കോളേജിൽ ജൂലൈ 5 മുതൽ 12 വരെ ദേശീയ മൂട്ട് കോർട്ട് മത്സരം സംഘടിപ്പിക്കും. നിയമവ്യവസ്ഥയുടെ പുത്തൻ അറിവുകൾ അക്കാദമിക് തലത്തിൽ സ്വായത്തമാക്കുന്നതിനാണ് മൂട്ട് കോർട്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ആനി ജോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്റ്റുഡൻസ് നമ്മൾ ലോ കോളേജസിൽ അക്കാഡമിക് മാത്രമല്ല പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലും എങ്ങനെയാണ് അവരെ ഫോസ്റ്റർ ചെയ്യുന്നത്, അതിൻ്റെ കൂടെ കോമ്പറ്റീഷൻ ആണ് നമ്മളിപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ദ പ്രോബ്ലം വിച്ച് വി ഹാവ് ടേക്കൺ for this competition is related to Waqf Amendment Act of 2025. So whether this amendment has made any transparency അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് ഒപ്പീനിയൻ ചോദിക്കാനും ഒപ്പീനിയൻ എടുക്കാനും ഉള്ള ആസ്പെക്റ്റ് ആണ് നമ്മൾ ഈ മൂട്ട് പ്രൊപ്പോസിഷൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. നൗ റെസ്റ്റ് ഓഫ് എവറിഥിങ് എങ്ങനെയാണ് കുട്ടികൾ ആർഗ്യുമെന്റ് ചെയ്യുന്നത്, എന്താണ് കുട്ടികളുടെ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ കറന്റ് ലീഗൽ ആസ്പെക്ട് ഓഫ് ദിസ് അമെൻഡ്മെന്റ് ആക്ട്, അത് നമ്മൾ 12th ലൈവായിട്ട് കാണും. സോ അതിലെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നിയമ പഠനത്തിൽ ശ്രദ്ധേയമായ മികവ് പുലർത്തുന്ന വിദ്യാഭ്യാസ കേന്ദ്രമാണ് കൃഷ്ണൻ എഴുത്തച്ഛൻ ലോ കോളേജ്. നിയമ വിദ്യാർത്ഥികളുടെ അക്കാദമിക് യാത്രയ്ക്ക് മൂട്ട് കോടതികൾ ഏറെ ഉപകാരപ്രദമാവും. ദേശീയ തലത്തിൽ തന്നെ നിയമ വിദ്യാർത്ഥികൾ ശ്രദ്ധ പതിപ്പിക്കാനും വേദികളിൽ തിളങ്ങാനുമുള്ള വിദഗ്ധ പഠനങ്ങൾ മൂട്ട് കോടതിയിലൂടെ ലഭിക്കും. രാജ്യത്തെ 100ലധികം നിയമ പഠന കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മൂട്ട് കോർട്ടിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവർക്കും വിജയികൾ റണ്ണറപ്പ് സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്കും 1 ലക്ഷം, 50,000, 30,000, 10,000, 5,000 എന്നിങ്ങനെ പാരിതോഷികങ്ങൾ ലഭിക്കും. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായ നിയമവിദഗ്ധരായ വ്യക്തിത്വങ്ങൾ മൂട്ട് കോർട്ടിന്റെ ഭാഗമാവുമെന്നും പ്രിൻസിപ്പൽ ആനി ജോസ് പറഞ്ഞു. കോർഡിനേറ്റർ ടീന ആർ ചന്ദ്രൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ MK പുഷ്കരൻ, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ കൃഷ്ണപ്രിയ S, ശരണ്യ NU എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിനുള്ള സംവിധാനം കാര്യങ്ങളും ഓവറോൾ അവരുടെ ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് എൻ്റെ ജോലി. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മളവിടെ കോളേജ് നന്നായിട്ട് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിലെ 2-3 റാങ്ക് 3-4 റാങ്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അഡ്വക്കേറ്റായ ശ്രീ സുരേഷും TG രവി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബ്രദറാണ് ഈ പറയുന്ന TG ചന്ദ്രമോഹൻ എന്ന് പറയുന്നത്. പിന്നെ എന്റെ പ്രൊഫസർ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയറായ ഡോക്ടർ ലക്ഷ്മണ കുമാറാണ്. പിന്നെ എന്റെ ജോയിന്റ് സെക്രട്ടറിയും അഡ്വക്കേറ്റ് തന്നെയാണ്.